ഹലോ, ഇനി ഞങ്ങൾക്ക് 1 ടാസ്കുള്ള ദിവസമാണ് കേട്ടോ. എൻ്റെ ബ്രദർ ഇവിടെ അബുദാബിയിലുണ്ട്. അവൻ്റെ വൈഫിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന്. അപ്പോൾ ദുബായ് കറക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതാണ് ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം സ്ഥലങ്ങളിൽ നിന്ന് കറങ്ങാൻ പോകണം. പക്ഷേ എന്ത് സംഭവിച്ചു, ഞങ്ങൾ റൂമിലിരുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് രാത്രി ആയിട്ടത് വൈകുന്നേരമായി. ഫസ്റ്റ് ഞങ്ങൾ പോകാൻ വിചാരിച്ചത് ഈ ദുബായ് ഫ്രെയിമിലാണ്. പക്ഷേ ഏതോ ഒരു എക്സിറ്റ് എടുത്ത് തെറ്റിപ്പോയി. അപ്പം ഞങ്ങൾ പിന്നെ അത് കറങ്ങി തിരിഞ്ഞ് കറാമൻ്റെ ഏതോ ഒരു അറ്റത്തെത്തി. വീണ്ടും ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് എത്തി. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ 45 മിനിറ്റ് ക്യൂ ഉണ്ട് ഉള്ളിൽ. എന്തായാലും പോട്ട്, ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായി. ഇവരാട്ടോ ഞങ്ങളുടെ കപ്പിൾസ്. അപ്പോൾ ഇവരുടെ ഫോട്ടോഗ്രാഫറായിട്ടാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റിങ്. ഫോട്ടോ എടുത്ത് കൊടുക്കുക, അതന്നെ മെയിൻ പരിപാടി. ദുബായ് ഫ്രെയിമിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ്. അതേപോലെ തന്നെ അഡൾട്ടിന് 52 ദിറംസും ചിൽഡ്രൻസിന് 21 ദിറംസും POD കാർഡുള്ളവർക്ക് 2 ആൾക്കാർക്ക് ഒപ്പം കയറാനുള്ള ഫ്രീ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഫ്രീ ആണ്. അതേപോലെ തന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഫ്രീ ആണ്. ആർക്കെങ്കിലും ടിക്കറ്റ് റേറ്റ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു എന്നുള്ളൂ. താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു കാണാൻ ഞങ്ങൾ നേരെ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതിലും വലിയ ക്യൂ. എൻ്റെ ഹസ്ബൻഡ് വായി നോക്കി നിൽക്കാതെ അവിടെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കാതെ വേണ്ടുവാന്ന് പറയാണ്. പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറി കുത്തി തിരികെ എന്നിട്ട് ആ ഫ്രണ്ടിൽ പോയി നിന്ന് എന്നാലേ ഉള്ളൂ ദുബായിൻ്റെ മുകൾക്ക് പോകുമ്പോഴുള്ള വ്യൂ കിട്ടുക. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് എത്തി. 2 സൈഡിൽ ഓൾഡ് ദുബായ്, ന്യൂ ദുബായ് ഒക്കെ കണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഒക്കെ നടന്നിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. അതിനിടയ്ക്ക് ഫോട്ടോസും വീഡിയോസും കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. റൂമിലെത്തിയിട്ട് വേണം അതിനൊക്കെ പേയ്മെന്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാമത്തെ സ്ഥലത്തോട്ട് പോയി. രണ്ടാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലോട്ടാണ് പോയത്. അതിൻ്റെ താഴ്ഭാഗത്തിൽ മൊത്തത്തിൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് താഴ്ഭാഗം മൊത്തത്തിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ആ പറക്കണ സാധനം ഉണ്ടല്ലോ, അതവിടെ കണ്ടില്ല. ആ ഹീലിയം ബലൂണ് അത് കണ്ടില്ല. അതൊരു ഭയങ്കര നഷ്ടമായിപ്പോയി. അതെന്താ അറിയില്ല, അവിടെ കണ്ടില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ചായയും കോഫിയൊക്കെ ഉണ്ടാക്കുന്ന റോബോട്ട്. ഇതിനൊന്നും തന്നെ കിട്ടുമോ? എന്നാൽ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പണിയെങ്കിലും ലാഭമായി കിട്ടിയേനെ. ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പല പല ഏരിയകൾ തപ്പി നടക്കുന്ന നടത്താണിത്. എൻ്റെ മാത്രം ഫോട്ടോസ് എടുത്താൽ പോലെ ഞങ്ങളത് എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടുപ്പിച്ച് കുറച്ച് ഫോട്ടോസ്. മെട്രോ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ മെട്രോ വന്നില്ല. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചധികം നടക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത പാട്ട് കാണാം.